ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗയിലെ 21-ാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. ഭഗവത്ഗീത നമ്മൾ കുറച്ച് കാലങ്ങളായി പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന രീതി ഇഷ്ടമാണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഭഗവത്ഗീത തുടർന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ഒന്ന് പറയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രയോജനമാകും. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. രണ്ട് പക്ഷത്തും കൗരവരും പാണ്ഡവരും നിൽക്കുന്നു. കൗരവർ, അതിൽ പ്രധാനിയായ ദുര്യോധനൻ, മറുപക്ഷത്തുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ ദ്രോണാചാര്യരോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമൊക്കെ നമ്മൾ അർജുന വിഷാദ യോഗയിൽ പഠിച്ചു. ആരൊക്കെ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം രണ്ടു പക്ഷത്തുള്ളവരും ശംഖു വിളിക്കുന്നതായിട്ടും നമ്മൾ പഠിച്ചു. അതിനുശേഷം അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, രണ്ടു സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തുക. ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? എനിക്ക് അവരെ കാണണം. അതുകൊണ്ട് രണ്ടു സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തുക, അല്ലയോ മധുസൂദന എന്നാണ് പാർത്ഥൻ പറയുന്നത്. അങ്ങനെ അർജുനൻ്റെ അപേക്ഷ പ്രകാരം രണ്ടു സേനകളുടെയും മധ്യത്തിലായി ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥം കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് അർജുനന് മനസ്സിലാകുന്നത് ആരൊക്കെയാണ് തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. തൻ്റെ ബന്ധുക്കൾ, തൻ്റെ ഗുരുക്കന്മാർ, പിതാമഹൻ, എല്ലാവരും തൻ്റെ ബന്ധുക്കൾ. തൻ്റെ പക്ഷത്ത് നിൽക്കുന്നതോ അതും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. യുദ്ധമെന്ന് പറയുന്നത് സർവനാശമാണ്. ഈ യുദ്ധത്തിൽ തൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരും എതിർപക്ഷത്ത് നിൽക്കുന്നവരും മരണപ്പെടും. രണ്ടു പക്ഷത്തുള്ളവരും അർജുനന് അങ്ങേയറ്റം പ്രിയപ്പെട്ടവർ. ഇവരെയൊക്കെ കൊന്നിട്ട് എന്തിനാണ് എനിക്ക് രാജ്യം? അതിലും ഭേദം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോകുന്നതാണ്. എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ തളർന്ന് തേർത്തട്ടിലിരിക്കുമ്പോൾ അർജുനന് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാനെ, എനിക്ക് പറ്റില്ല, അങ്ങ് ഇതിനു മാർഗം എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ എന്തു ചെയ്യണമെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ എന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗയിലെ 21-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വേദാ അവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. അർത്ഥം നോക്കാം. വേദ അർത്ഥം അറിയുന്നവൻ, അവിനാശിനം നാശമില്ലാത്തത്, നിത്യം നിത്യമായത്, യ ആര്, ഏനം അത്, അജം ജനിച്ചിട്ടില്ലാത്തത്, അവ്യയം അവസാനിക്കാത്തത്, കഥം എങ്ങനെ, സ അത്, പുരുഷ മനുഷ്യൻ, പാർത്ഥ അർജുനൻ, കം ആരെ, ഘാതയതി ഘാതകനായി, ഹന്തി കൊല്ലുന്നു, കം ആരെ. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ഇനി നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം. അല്ലയോ പാർത്ഥ, ഇവൻ നാശമില്ലാത്തവനും നിത്യനും അജനും അവ്യയനും ആണെന്നറിയുക. അപ്രകാരമുള്ള പുരുഷൻ ആരെ എങ്ങനെ കൊല്ലിക്കുന്നു? ആരെ എങ്ങനെ കൊല്ലുന്നു? എന്താണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഭഗവാൻ എന്താണ് പറയുന്നത്? അല്ലയോ അർജുന, ഏതൊരാൾ ഒരു കേടുപാടും വരാത്തവനും, അതായത് ഒരാളെ പറ്റിയാണ് പറയുന്നത്, അയാൾക്ക്
ഒരു കേടുപാടും വരില്ല എന്നാണ് പറയുന്നത്. അയാൾക്കൊരിക്കലും നാശമുണ്ടാവുകയില്ല എന്നും പറയുന്നു. അയാൾ ജനിക്കാത്തവനാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് സംഭവിക്കുന്നില്ല? മരണവുമില്ല. അങ്ങനെ ഒരു കുറവും വരാത്തവനുമായ ആ ആൾ എങ്ങനെ മരണപ്പെടാനാണ്? ആരാണ് ആ ആൾ? അയാളാണ് ആത്മാവ്. അങ്ങനെ ജനിക്കാത്തവനും മരിക്കാത്തവനും നാശമില്ലാത്തവനുമായ ആ ആത്മാവിനെ ആര് കൊല്ലാനാണ്? ആ ആത്മാവ് ജനിച്ചിട്ടേയില്ല, പിന്നല്ലേ മരണപ്പെടുന്നത്. നിത്യമായതാണ്, നിത്യനായതാണ് എന്ത്? ആത്മാവ്. ആ ആത്മാവിനെ എങ്ങനെ നശിപ്പിക്കാനാണ്? നാശമില്ലാത്തവനാണ് ആത്മാവ്. കൃഷ്ണൻ കൊല്ലിക്കുന്നുവെന്നോ അർജുനൻ കൊല്ലുന്നുവെന്നോ പറയുന്നത് വിഡ്ഢിത്തമാണ്. നമ്മളെപ്പോഴും പറയും കൃഷ്ണൻ എല്ലാവരെയും ഇങ്ങനെ കൊന്നു നിർത്തിയിരിക്കുകയായിരുന്നു, അർജുനൻ കൊന്നു എന്നേ ഉള്ളൂ. തെറ്റ്. ആരും ആരെയും കൊന്നിട്ടില്ല, ആരും ആരെയും കൊല്ലിച്ചിട്ടുമില്ല, കൊല്ലിക്കാൻ കഴിയുകയുമില്ല, കൊല്ലാൻ കഴിയുകയുമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം മനുഷ്യ ശരീരമാണ് എന്ത് നമ്മൾ ഈ കാണുന്നത്. ഓരോ ശരീരങ്ങൾ അത് അതിൻ്റെ രൂപങ്ങൾ അനുസരിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ശരീരത്തിൽ ഉള്ളത് ഈ ശരീരമെന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്, മറ്റേ ശരീരമെന്ന് പറയുന്നത്, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ശരീരമെന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഈ ശരീരങ്ങളെല്ലാം കാണുന്നത് എൻ്റെ അമ്മാവന്മാരും മക്കളും ഗുരുജനങ്ങളുമൊക്കെയാണ്. ഈ ശരീരത്തിന് ഈ യുദ്ധത്തിൽ നാശമുണ്ടായില്ലെങ്കിൽ പോലും ഈ ശരീരം എന്തു ചെയ്യും? കുറച്ചു കാലം കഴിയുമ്പോൾ നശിച്ചു പോകും. പക്ഷേ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ഈ ശരീരം നശിക്കാനുള്ളതാണ്. അത് ഈ യുദ്ധത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തു ചെയ്യും? നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലയോ പാർത്ഥ, നീ ആരെയും കൊല്ലുന്നില്ല, ഞാൻ ആരെയും കൊല്ലിക്കുന്നുമില്ല. നമുക്കതിന് സാധിക്കുകയില്ല. ശരീരത്തിന് നാശമുണ്ടാകും, പക്ഷേ നാശമില്ലാത്ത ആത്മാവിന് ഒരിക്കലും മരണമുണ്ടാവുകയില്ല. ആത്മസ്വരൂപം അഴിവില്ലാത്തതാണെങ്കിലും ജീവന് ദേഹങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടി വരും. അതുതന്നെ ദുഃഖകരമാണ്, ഇല്ലേ? ആ ശരീരം നശിക്കുന്നത് കാണുമ്പോൾ തന്നെ സാധാരണപ്പെട്ട ആളുകൾക്ക് എന്ത് സംഭവിക്കും? ഭയങ്കരമായ ദുഃഖമുണ്ടാകും. പക്ഷെ നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് ശരീരമാണ് നശിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ആത്മാവിനൊരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ എന്താ വിചാരിക്കുന്നത്? എല്ലാം പോയി. മരിച്ചു കഴിയുമ്പോൾ എന്താ വിചാരിക്കുന്നത്? എല്ലാം പോയി. പോകുന്നത് എന്തു മാത്രമാണ്? ശരീരം മാത്രമാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എല്ലാവരും നെഞ്ചത്തടിച്ച് നിലവിളിക്കും. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്. അങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഇല്ല. പക്ഷേ ആത്മസാക്ഷാത്കാരം നേടിയ ഒരുവൻ, ഭഗവത്ഗീത ശരിയായി മനസ്സിലാക്കിയ ഒരുവൻ ജനന മരണങ്ങളിൽ അമിതമായി സന്തോഷിക്കുകയും അമിതമായി ദുഃഖിക്കുകയും ചെയ്യില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം നമുക്ക് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യണം, ഇവിടെ കർമ്മം ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം അർജുനൻ്റെ കർമ്മമാണ്, ക്ഷത്രിയ കർമ്മമാണ് എന്തെന്ന് പറയുന്നത്? യുദ്ധം ചെയ്യുക, ഭൂമിയുടെ ഭാരം കുറയ്ക്കുക. കാരണം ഭഗവാൻ അവതരിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിദേവിയുടെ സങ്കടം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഭൂമിദേവി ബ്രഹ്മദേവനോടും മറ്റു ദേവന്മാരോടും കൂടി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വൈകുണ്ഠത്തിൽ എത്തിയെന്നും
വൈകുണ്ഠത്തിൽ കുടികൊള്ളുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനോട്, അനന്തശായിയായ ഭഗവാനോട് തനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, തൻ്റെ ശരീരം വേദനിക്കുന്നു ദുഷ്ടന്മാരെ കൊണ്ട്, അവരെന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ വൈകുണ്ഠപതിയായ ശ്രീഹരി വിഷ്ണു നാരായണൻ സാക്ഷാൽ ശ്രീകൃഷ്ണനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. അർജുനൻ്റെ കർമ്മമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അത് ക്ഷത്രിയ ധർമ്മമാണ്. ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും ദുഃഖമുണ്ടാകും. എങ്ങനെ ആ ദുഃഖത്തിൽ നിന്നും മറികടക്കാമെന്ന് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആ ശ്ലോകങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ട് കേൾക്കണം. ക്ഷമയോടുകൂടി ഒരു 10 മിനിറ്റ് സമയം എല്ലാ ദിവസവും ഭഗവത്ഗീത പഠിക്കുന്നതിനായി മാറ്റിവെക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.